അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹല്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പാപമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും ദിനരാത്രങ്ങളിലായി നന്മകളുടെ പൂക്കാലമായ റമളാൻ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഒരു സുന്നത്തിന് ഫർളിൻ്റെ പ്രതിഫലവും ഫർളിന് 70 ഇരട്ടിയും അതിലധികവും പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഈ മഹത്തായ മാസം അനേകം അനുഗ്രഹങ്ങൾക്കും ഇതുപോലെ പ്രതിഫലങ്ങൾക്കും കാരണമാകുന്ന ഈ റമളാൻ മാസം നാം എങ്ങനെയൊക്കെ ചിലവഴിക്കണം, റമളാൻ മാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്, നമുക്കൊന്ന് പരിശോധിക്കാം. നാം എല്ലാവരും തീർച്ചയായി നോമ്പനുഷ്ഠിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി തന്നെയാണ്. എന്നാൽ അതല്ലാത്ത എന്തെങ്കിലും ലക്ഷ്യങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ വേണ്ടി നാം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, ആരാധനകൾ നിർവഹിക്കുകയാണെങ്കിൽ അത് പ്രതിഫല ശൂന്യമായിരിക്കും. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടിയല്ലാതെ നിങ്ങളോട് ആരാധിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതായത് നാം ചെയ്യുന്ന ഓരോ ആരാധനകളും, നാം അനുഷ്ഠിക്കുന്ന ഓരോ ആരാധനകളും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം. എന്നാൽ മാത്രമേ അതിന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ആരാധനകൾ ഉണ്ടാകേണ്ട മറ്റൊരു അഭിവാജ്യ ഘടകമാണ് തഖ്വ എന്നുള്ളത്. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവന് വേണ്ടി, അവൻ്റെ തൃപ്തിക്ക് വേണ്ടി ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുക. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമായതുപോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. അല്ലാഹു തആല ഈ ആയത്തിൻ്റെ അവസാനം പറയുന്നത് നോമ്പിൻ്റെ ഉദ്ദേശത്തെ പറ്റിയാണ്. അതായത് നിങ്ങൾ തഖ്വയുള്ളവരാകുക, നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നവരാകാൻ വേണ്ടിയാണ് അള്ളാഹു നോമ്പിന് നിർബന്ധമാക്കിയത് എന്ന് നമുക്ക് വ്യക്തമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനകളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വ ഉണ്ടാകൽ വളരെ അഭിവാജ്യമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ പെരുമാറ്റത്തിലും തഖ്വ ഉണ്ടാകണം. കളവ് പറയൽ, പരദൂഷണം പറയൽ, അങ്ങനെ തുടങ്ങി എല്ലാ തെറ്റുകളിൽ നിന്നും, തിന്മയായ നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് നോക്കൽ, അതിനെപ്പറ്റി ചിന്തിക്കൽ, നമ്മുടെ കൈകാലുകൾ മറ്റു അവയവങ്ങൾ തിന്മകളിലേക്ക് കൊണ്ടുപോകുന്നതിനെല്ലാം നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആരാധനകൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് നാം നിർവഹിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ തനതായ രീതിയിൽ നമ്മൾ നിർവഹിക്കണം. അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഇടപാടുകൾ, പ്രധാനമായും സാമ്പത്തിക ഇടപാടുകൾ, അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാതെ വ്യക്തമായ രീതിയിൽ തുല്യത പാലിച്ചുകൊണ്ട് പലിശ വാങ്ങാതെ, മോശമായ രീതിയിൽ സമ്പത്ത് കൈവരിക്കാതെ നാം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹികമായ ഇടപാടുകളിലും തഖ്വ ഉണ്ടാകൽ വളരെ അനിവാര്യമാണ്. നാം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഇടപെടലുകൾ ഉണ്ടാക്കുന്നവരാണ്. അതിനാൽ നമ്മുടെ ഓരോ ഇടപെടലുകളും സമൂഹത്തിൽ തുല്യതയും നീതിയും ഉണ്ടാക്കേണ്ടതാണ്. അതിനായി നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഏറ്റവും പ്രധാനമായി അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നാം എല്ലാത്തിനും ഉതകുന്ന രീതിയിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടാൻ സാധിക്കുന്നതാണ്. തഖ്വയുടെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും മുകളിലുള്ള തലമാണ് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ പോലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, ആരുമില്ലാത്ത മറ്റാരും കാണാത്ത സ്ഥലങ്ങളിൽ പോലും നമ്മൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ. അതുപോലെ തന്നെ നാം റമളാനിലൂടെ കൈവരിക്കുന്ന മറ്റൊരു സ്വഭാവ ഗുണമാണ് സമയം നല്ല കാര്യങ്ങളിൽ, നമ്മുടെ ഒഴിവ് സമയങ്ങൾ നല്ല കാര്യങ്ങളിൽ ചിലവഴിക്കൽ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, ജനങ്ങൾ അധിക പേരും അശ്രദ്ധരാകുന്ന ഒരു സംഗതി, 2 സംഗതികൾ. ഒന്ന് ആരോഗ്യം, 2 ഒഴിവ് സമയം. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഒഴിവ് സമയങ്ങൾ. നാം നമ്മുടെ സമയം എന്തിന് ചിലവഴിച്ചു, അത് നമ്മൾ ഉപകാരപ്രദമായ രീതിയിലാണോ ചിലവഴിച്ചത് എന്നൊക്കെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഒഴിവ് സമയങ്ങളും എന്തെങ്കിലും നമുക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ സമൂഹത്തിനോ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ചിലവഴിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം റമളാൻ മാസത്തിൽ നോമ്പെടുക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുന്നത്. ആദ്യമായി തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. തെറ്റായ ചിന്തകളിൽ നിന്നും, അതുപോലെ അഹങ്കാരം, അസൂയ, വെറുപ്പ് തുടങ്ങിയ എല്ലാ മനസ്സിനെ കുടുസാക്കുന്ന, മനസ്സിനെ ഇടുക്കമുള്ളതാക്കുന്ന എല്ലാ മോശമായ തെറ്റുകളിൽ നിന്നും നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കും. കാരണം നാം നമ്മുടെ ആഹാരങ്ങളും പാനീയങ്ങളും എല്ലാം ഒഴിവാക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അപ്പോൾ നാം അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർണ്ണ ശ്രദ്ധയും ബുദ്ധിയും എല്ലാം ഉണർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയങ്ങൾ ഓരോ ഇടപെടലുകളും അഹങ്കാരം, അതുപോലെ വെറുപ്പ്, അസൂയ, ഈ എല്ലാ സംഗതികളിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. മറ്റൊന്ന്, നമ്മുടെ മാനസികമായ വികാരങ്ങൾ, മോശമായ വികാരങ്ങൾ. മനുഷ്യന് പലതരത്തിലുള്ള വികാരങ്ങളുണ്ട്. എന്നാൽ അതിൽ മോശമായ രീതിയിലുള്ള വികാരങ്ങൾ, ചില ആളുകൾ അതിൽ വളരെ അഡിക്റ്റായ ആളുകളുണ്ടാകും. അവർ റമളാൻ മാസത്തിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവൻ വളരെ നല്ല രീതിയിൽ ഒതുക്കത്തോടു കൂടി ജീവിക്കുമ്പോൾ അവന് തീർച്ചയായും അതിൽ നിന്ന് മാറ്റുവാൻ സാധിക്കും. എന്നാൽ 30 ദിവസം നാം നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ, അള്ളാഹുവിന് കീഴ്വണങ്ങുന്നതിലൂടെ നമുക്ക് തീർച്ചയായും ഒരു മോശമായ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നാം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും, പ്രധാനമായും വയറെന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ വയറ് നന്നായ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായി. നാം എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ ശരീരത്തിലുണ്ടാവുക. അപ്പോൾ നല്ല ഭക്ഷണം റമളാനിൽ നമ്മൾ 2 നേരം മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. അതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി അത് വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ ശരീരത്തിലെ മോശമായ കാര്യങ്ങളെ, മോശമായ പ്രവർത്തനങ്ങളെ അത് മാറ്റി നിർത്തുന്നതാണ്. അങ്ങനെ ഒരുപാട് ശാരീരികവും മാനസികവും ആന്തരികവുമായ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് റമളാനിലൂടെ സ്വായത്തമാക്കാൻ സാധിക്കും. നാം റമളാനിൽ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഖുർആൻ പാരായണം ചെയ്യൽ. നമുക്കിടയിൽ ഒരുപാട് ആളുകൾ റമളാനിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നവരുണ്ട്. എന്നാൽ അധിക പേരും എന്താണ് ഖുർആനിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ അത് പാരായണം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുപരി ഖുർആൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് എന്താണ് നമ്മുടെ നാഥൻ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. സൂറത്തുൽ അൻഫാൽ 2-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വസിറത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വസിറത് ഖുലൂബുഹും. തീർച്ചയായും സത്യവിശ്വാസികൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ ഭയചകിതമാകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ ഖുർആനിക വചനങ്ങൾ അവർ ഓതുകയാണെങ്കിൽ അവരുടെ ഈമാനിൽ വർധനവുണ്ടാകും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ അവരുടെ രക്ഷിതാവിനെ ഭരമേൽപ്പിക്കുന്നവരുമാകുന്നു. ഈ ആയത്തിലൂടെ മനസ്സിലാകും ഖുർആനുമായി ബന്ധപ്പെട്ടൊരായത്താണ്. അതായത് നമ്മുടെ ഈമാൻ വർധന ഉണ്ടാവണമെങ്കിൽ, അള്ളാഹുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയമുണ്ടാവണമെങ്കിൽ നാം ഖുർആൻ പാരായണം ചെയ്യണം. അതിലെന്താണ് പറയുന്നതെന്ന് വ്യക്തമായി അതിൻ്റെ ആഴങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം.
അപ്പോൾ മാത്രമേ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒരു മുഅ്മിൻ എന്ന് പറയുന്ന ആ ലേബലിലുള്ള ഒരാളാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ 3 ഗുണങ്ങൾ: ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഭയമുണ്ടാകണം. 2, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ വർധന ഉണ്ടാകണം. 3, അള്ളാഹുവിനെ തവക്കുൽ ചെയ്യണം. ജീവിതത്തിൻ്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും അള്ളാഹുവിനെ ബരമേൽപ്പിച്ചുകൊണ്ട് ഇത് അള്ളാഹു നൽകിയതാണ് എന്ന പൂർണ്ണ ബോധ്യത്തോട് കൂടി ജീവിക്കണമെങ്കിൽ നാം എന്താണ് ഖുർആനിലൂടെ പറയുന്നതെന്ന് മനസ്സിലാക്കണം. ഈ 3 ഗുണങ്ങളുള്ള ആളുകൾക്ക് മാത്രമേ നമസ്കാരം അങ്ങനെ തുടങ്ങി എല്ലാ ആരാധനകളും മറ്റു ഇസ്ലാമിക പ്രവർത്തനങ്ങളിലും സജീവമാകാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ നാം ഖുർആനിൻ്റെ അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഞാൻ അവസാനമായി പറയുന്നു, വലാ തത്തബി അഹ്വാഅഹും. ഇന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറയുന്നത് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. അതിനാൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അള്ളാഹുവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.